വെൽക്കം ടു കാൻറ്റില ഫിസിക്സ് അക്കാഡമി. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ജനറൽ പേപ്പറിൽ വരുന്ന സൈക്കോളജിയിലെ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന MCQ ക്വസ്റ്റ്യൻ സീരീസ് ആണ്. ജനറൽ പേപ്പർ മൊത്തം നമ്മളിപ്പോൾ ഫ്രീ കോച്ചിങ് ആണ് കൊടുക്കുന്നത്. അതിന്റെ എല്ലാത്തിനും വീഡിയോസ് ലഭിക്കുന്ന ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. താല്പര്യമുള്ള സ്റ്റുഡൻസിന് അത് എക്സാം പോലെ എഴുതി ഈ പ്രാക്ടീസ് ചെയ്യാം. ഇതിന്റെ ഉത്തരങ്ങളും താഴെ കാണുന്ന ടെലഗ്രാം ചാനലിലായിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആവുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്നും എനേബിൾ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് 21 തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിനു മുമ്പുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. 21. Personality can be studied in terms of the unique organization of a particular individual specimen. This approach is known as. ഞാൻ ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ നോമോതെറ്റിക്, ഓപ്ഷൻ ബി ഐഡിയോപ്രാഗ്രാഫിക്, ഓപ്ഷൻ സി ഓംനിബസ്, ഓപ്ഷൻ ഡി ഹൈറാർക്കൽ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നു ഉത്തരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ABCD ഓപ്ഷൻ മാർക്ക് ചെയ്ത് വെക്കുക. അവസാനം കീ ആയിട്ട് അത് കമ്പയർ ചെയ്യുക. കിട്ടാത്ത ക്വസ്റ്റ്യൻസ് വീണ്ടും ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പേഴ്സണാലിറ്റി ഈസ് ഡിറ്റർമൈൻഡ് ബൈ. ഓപ്ഷൻ എ നോൺ വെർബലി കമ്മ്യൂണിക്കേറ്റഡ് ആറ്റിറ്റ്യൂഡ്സ് ബിറ്റ്വീൻ ദ പാരന്റ് ആൻഡ് ദി ചൈൽഡ്. ഓപ്ഷൻ ബി ദ ബിഹേവിയർ ഓഫ് ദി പാരന്റ്സ്. Option C, the relationship between the child and the parent. Option D, all the above. ഏതാണ് ശരിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യാം. Question number 23. Freud's psychoanalytic theory of personality stresses on. Option A, biological determinants of personality. Option B, social determinants. Option C, cultural determinants. Option D, situational determinants. Question number 24. According to Freud's psychoanalytic theory, the structure of personality consists of. Option A, id, preconscious and conscious. Option B, unconscious, preconscious and conscious. Option C, id, ego and superego. Option D, unconscious, ego and superego. Question number 25. Question വായിക്കാം. Which of the following statements is correct out of id, ego and superego? Option A, only id is unconscious. Option B, only id and superego are unconscious. Option C, all of id and superego and much of ego are unconscious. Option D, all of id and much of ego and superego are unconscious. ഏതാണ് ശരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിക്ക് ചെയ്യാം. Question number 26. Slips of tongue reveal. Option A, id, urges. Option B, ego, ideals. Option C, superego, urges. Option D, controls of the conscious. Question number 27. The defense that normally emerges during the phallic stage in psychosexual development is എന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. Option A, repression. Option B, identification. Option C, suppression. Option D, individuation. അപ്പോൾ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിക്ക് ചെയ്യാം. Question number 28. According to Freud, fixation at a particular stage of psychosexual development would take place if the needs during that stage were. Option A, under satisfied.
ഓപ്ഷൻ ബി ഓവർ സാറ്റിസ്ഫൈഡ്, ഓപ്ഷൻ സി അണ്ടർ സാറ്റിസ്ഫൈഡ് ഓർ ഓവർ സാറ്റിസ്ഫൈഡ്, ഓപ്ഷൻ ഡി സാറ്റിസ്ഫൈഡ്. Question number 29. The central theme of Rogers' personality theory is the option A self, option B ego, option C experience, option D external reality. Question number 30. Personality tests are not helpful answering such questions as option A. How does personality change with age? Option B. Do identical twins differ in personality or not? Option C. How can one personality type changed into another? Option D. How are personality traits related socio-economic status? അപ്പോൾ മൊത്തം 30 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ 30 ക്വസ്റ്റ്യൻസിൽ 10 ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളൊരു എക്സാം പോലെ എഴുതുക. അതിനുശേഷം ലിങ്കിൽ ഞാൻ അതിൻ്റെ കീ പബ്ലിഷ് ചെയ്യാം. ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത വീഡിയോയിൽ വീണ്ടും ഒരു 10 ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.